അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ കുറച്ച് എമർജൻസി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ എന്ന് പറയാം വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഞാൻ എൻ്റെയും അവൻ്റെയും വിഷമം ഞാൻ എൻ്റെ ഫാമിലീനെ അറിയിക്കുകയാണ്. ഇത് നിങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു റമളാൻ മാസമൊക്കെ ആയിട്ട് ആ കുട്ടിനെ നമുക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ അവർക്കും നമ്മുടെ കുടുംബക്കാർക്കും സന്തോഷം, നമുക്കും സന്തോഷം. നമ്മുടെ വീഡിയോ മുഖാന്തരം കിട്ടി പറഞ്ഞാൽ അതൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേണ്ടപ്പെട്ടവരോടൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വേറൊന്നുമല്ല, ഞാനിവിടെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ആ കുട്ടി ഒരു 15-16 വയസ്സാവും ആ കുട്ടിക്ക്. ആ സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അവ ഇറങ്ങിപ്പോയി. അപ്പോൾ കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇറങ്ങിപ്പോയത് ആ കുട്ടിക്ക് വാപ്പല്ല കേട്ടോ, വാപ്പ മരണപ്പെട്ടു, ഉമ്മയും ഒരു പെങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇത്രയും വർഷം ഒരു ഉമ്മ മോനെ കാണാണ്ടിരിക്കുമ്പോൾ മരിച്ചെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മരിച്ചെന്ന് പറഞ്ഞിട്ട് സമാധാനപ്പെട്ടിരിക്കുക, അള്ളാൻ്റെ ഇതിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടിരിക്കുക. അതുമില്ല, ഒരു കുട്ടി സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയതാണ്. അന്ന് അവനിക്ക് ഒരു 15 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മായിൻ്റെ അനിയത്തിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അന്നൊന്നും ഇവരിത് ഒരാളോട് പറയുക, ഇതൊന്നും കുറേ അവർ തിരഞ്ഞു, അവനെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഒക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ അവർക്ക് കിട്ടിയിട്ടില്ല. കുട്ടീനെ കുറേ അന്വേഷിച്ച് പിടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കിട്ടിയിട്ടില്ല. അന്ന് അത്രമാത്രം നമുക്ക് നമ്മുടെ ഒരു യൂട്യൂബിൽ ഇടാന്നുള്ളൊരു ബോധവും എനിക്ക് പോയില്ല. ഇപ്പോഴാണ് എൻ്റെ അമ്മായി എന്നോട് ഇങ്ങനെ പറയുന്നത്, എൻ്റെ കുട്ടീനെ കാണാനുണ്ട്, എനിക്ക് സങ്കടമാണ്. അമ്മായിൻ്റെ ഒരു സങ്കടം അമ്മായിക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും സങ്കടം തന്നെയാണ്. ഇത്ര ചെറുപ്പത്തിലെ ഒരു കുട്ടി അവൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകാന്ന് പറയുമ്പോൾ അത് അവനെ എത്രത്തോളം അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവനിക്ക് ഇപ്പം അമ്മായി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ വീഡിയോ, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ തന്നെ ഉള്ളൂ കേട്ടോ, വേറൊരു ഫോട്ടോ ഇല്ല. ഇത് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അവൻ്റെ ഒരു ചെറിയൊരു മുഖം കുറച്ച് ക്ലിയർ കുറവുണ്ട്, എന്നാലും ഈ ഒരു ഫോട്ടോ ഉള്ളൂ. അപ്പോൾ ഈ ഫോട്ടോ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്താട്ടോ, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ ആ അമ്മായിൻ്റെ നമ്പറും താഴെ കൊടുക്കുക. ആരുടെയെങ്കിലും ആര് മുഖാന്തരെങ്കിലും ഈ വീഡിയോ അവൻ കാണുകയാണെങ്കിൽ ആ മോനിപ്പോൾ അവനിക്കൊരു 26 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. താടി മുടിയൊക്കെ വളർന്നിട്ടുണ്ടാവും. ഏത് കോലത്തിലാണെന്നൊന്നും നമുക്കറിയില്ല. ഈ ഒരു ഫോട്ടോ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഗ്രൂപ്പുകളിലോ എവിടെ നിങ്ങൾ ഈ ഒരു ഫോട്ടോ എത്തിക്കുക കേട്ടോ. എത്തിച്ചിട്ട് ആരുടെയെങ്കിലും ആ മോനെന്നെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു ഫോൺ കോൾ അവർക്ക് ചെയ്യുക, അമ്മായിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സന്തോഷമാകും. എല്ലാവർക്കും ഒന്ന് എത്തിക്കുക കേട്ടോ. അപ്പോൾ അവനെ ഈ ഒരു റമളാൻ മാസമായിട്ട് അവനെ തിരിച്ചു കിട്ടി പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായിരിക്കും ആ കുടുംബത്തിന്. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു, അവൻ എന്നിട്ടും വന്നില്ല കേട്ടോ. 5 വർഷത്തോളമായി പോയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തോ അവൻ്റെ അമ്മക്ക് 2 മെസ്സേജ് അയച്ചു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. അയച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഇത് വെക്കുമ്പോൾ അവൻ ജീവിച്ചിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളും ആ മോനിക്ക് വേണ്ടി പ്രത്യേകം ഈ ഒരു പുണ്യമാസത്തിൽ ദുആ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഫോട്ടോ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക, നമുക്ക് റീച്ചിന് വേണ്ടിയിട്ട്. ഒന്നിനുമല്ല, ഇനിയിപ്പോൾ വീഡിയോ വിട്ടുകൊടുത്തില്ല, നിങ്ങൾ ഈ ഫോട്ടോ എങ്കിലും നിങ്ങൾ എത്തിക്കുക കേട്ടോ, എല്ലാവർക്കും എത്തിക്കുക. കാരണം ഈ മോന് എവിടെയാണോ, എത്ര ദൂരത്ത് പോയിരിക്കണോ ഒന്നും നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ആ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ പോയതെന്ന് അറിയില്ല. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഇല്ലാണ്ട് പോകില്ല, എന്നാലും നമുക്കത് മൊത്തത്തിൽ വെളിപ്പെടുത്താനും പ്രശ്നമല്ലേ. അപ്പോൾ എന്തായാലും ആ മോന് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒന്ന് തിരിച്ച് വരിക, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്യുക, ഒരു മെസ്സേജ് എങ്കിലും അവർക്ക് അയച്ചാൽ അത്രയും സന്തോഷമാവും. അപ്പോൾ അത്രയും നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ വീഡിയോ കാണുക എല്ലാവരും. ഒരു മകൻ നഷ്ടപ്പെടുന്ന വേദന അനുഭവിച്ചവർക്ക് അതറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അനുഭവിച്ചവർക്കും മറ്റുള്ളവൻ്റെ വിഷമം അറിയാൻ കഴിയുന്നവർക്കും ഇത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം ദയവ് ചെയ്ത് നിങ്ങൾ പ്ലീസ്, ഞാൻ ഈ ഒരു റമളാൻ മാസത്തിൽ, പുണ്യമാസത്തിൽ നിങ്ങൾ എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ട് അവൻ തിരിച്ചു വരണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ എല്ലാവർക്കും അമ്മായികൾക്കും ഒക്കെ അവനെ കാണാൻ പോതിയുണ്ടാവില്ലേ. അപ്പോൾ അവൻ എങ്ങനെയാണോ, ഏതവസ്ഥയിലാണോ ജീവിക്കണത് ഇപ്പോഴത്തെ കാലം പല കാലഘട്ടമാണ്. മയക്കമരുന്നിൻ്റെയും ഇതിൻ്റെയും പറഞ്ഞ പോലെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകണ ഇതൊക്കെ ഒരു കാലഘട്ടമാണ്. പഠിച്ച അവനിക്ക് ഒരു ആപത്തും ഇടങ്ങറും ഇല്ലാണ്ട് അവൻ ഏതെങ്കിലും ഒരു നാട്ടിലോ വീട്ടിലോ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഈ വീഡിയോ കാണുക, ഇവൻ്റെ ഫോട്ടോ കണ്ടിട്ടെങ്കിൽ അവൻ അത് തിരിച്ചറിഞ്ഞിട്ട് അവൻ ഒരേ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ഒന്ന് വിളിക്കാൻ അവനിക്ക് പഠിച്ചോ എന്താ പറയുക, പടച്ചോ അവനിക്ക് തോന്നിപ്പിക്കട്ടെ. അത്രേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയിലും വലുത് വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും അവനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാം കേട്ടോ.
ആരുടെ പ്രാർത്ഥനയെ നല്ല സ്വീകരിക്കാമെന്ന് അറിയില്ല. അപ്പോൾ കുഞ്ഞു മോനെ എവിടെയാണെങ്കിലും അവൻ്റെ ഉമ്മാനെ കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല. അവനിക്ക് ഉമ്മാനെ ഇനി കാണണ്ടെങ്കിൽ കാണണ്ട, അവൻ്റെ കൂടപ്പറപ്പുകളുണ്ടല്ലോ, അവൻ്റെ കാണാനെങ്കിലും അവ ഒരു ഫോൺ കോളോ മെസ്സേജോ ഇട്ടിട്ട് വരാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ ഫോട്ടോ ഈ ചെറിയ ഇത്തിരി ക്ലിയർ കുറവുണ്ട്, എന്നാലും ഈ ഒരു ഫോട്ടോയെ കയ്യിലുള്ളൂ അവൻ്റെ, വേറെ ഫോട്ടോ ഒന്നുമില്ല. ഇപ്പോൾ ഒരു 26 വയസ്സ്, ഏകദേശം ഒരു 26 വയസ്സായിട്ടുണ്ടാവും. താടി മുടിയും ഒക്കെ വളർന്നിട്ടുണ്ടാവും. എവിടെയാണ്, എന്താണ്, ഏത് സ്ഥലത്താണ് ഒന്നും അറിയില്ല. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഈ ഫോട്ടോ ഒന്ന് എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കാം കേട്ടോ. ഈ മോൻ എവിടെ ഉണ്ടെങ്കിലും അവനിക്ക് വരാൻ തോന്നട്ടെ, അവൻ്റെ നാടായ പാലക്കാട്ടിലേക്ക് വരാൻ അവനിക്ക് തോന്നട്ടെ. ഇനിയിപ്പോൾ ഏതെങ്കിലും നാട്ടിൽ അവൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അവന് വന്നിട്ട് പോയിക്കോട്ടെ. ഇപ്പം ആരും പിടിച്ചു നിർത്തുമൊന്നുമില്ല. അവൻ വന്ന് അവൻ്റെ കൂടപ്പിറപ്പുകളിലും അമ്മായികളിലൊക്കെ ഒന്ന് കണ്ടിട്ട് അവൻ പോയിക്കോട്ടെ. അത്രയും വിഷമത്തിലാണ് കേട്ടോ അവരൊക്കെ. എന്നും അവൻ്റെ ഓർമ്മയായിട്ട് നടക്കുന്ന ആളുകളാണ് അവന് ചുറ്റിലുള്ളതെന്ന് അവൻ അറിയണം. ഇപ്പോഴും അവനെ അങ്ങനെ പറഞ്ഞ് കരയാത്ത ദിവസങ്ങളില്ല. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യട്ടെ. ആ പൊന്നു മോന് എവിടെ ഏത് ദുനിയാവിൻ്റെ അറ്റത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ വരണം. ഈ ഒരു മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അവൻ തിരിച്ച് വരണം, അല്ലെങ്കിൽ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യണം. ഞാനപ്പോൾ അമ്മായി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയമോ ഈ ഫോട്ടോ വെച്ച് എവിടെയെങ്കിലും അവൻ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിച്ച് പറയുക കേട്ടോ. അപ്പോൾ പ്രത്യേകം ഞാൻ എടുത്ത് പറയണം, മാക്സിമം എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് എത്തിക്കുക. ഗ്രൂപ്പുകളിലും വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ യൂട്യൂബിൽ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. പാവങ്ങളാണ്, അവർക്ക് പൈസ കൊടുത്ത് ചെയ്യാനുള്ള ഒരു ഇതൊന്നും കഴിവൊന്നും നമ്മളെ പോലെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു കുഞ്ഞു ചാനലിൽ ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയെങ്കിലും അവനെ തിരിച്ച് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, കിട്ടുമല്ലേന്ന് നമുക്ക് പ്രതീക്ഷ വെക്കാനല്ലേ പറ്റുള്ളൂ, വേറെ ഒന്നിനും പറ്റൂലല്ലോ. അപ്പോൾ പടച്ചോൻ നമ്മുടെയൊക്കെ ദുആ അള്ളാഹ് സ്വീകരിച്ച് ആ പൊന്നു മോൻ എവിടെയാണെങ്കിലും, എവിടെ ചീരയിഞ്ഞിരിക്കണോ നന്നായിരിക്കണോ എന്നൊന്നും അറിയില്ലല്ലോ, എവിടെയാണെങ്കിലും അവൻ തിരിച്ച് വരണേ. അവൻ്റെ ഒരു കോളിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ ഒരു വിളിക്ക് വേണ്ടി അവർ ഓരോ ദിവസം കാത്തിരിക്കുകയാണെന്ന് തന്നെ പറയാം. എന്നും അവൻ്റെ ഓർമ്മ കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ഉമ്മ ഉണ്ട്. ആ ഉമ്മാനെ ആലോചിച്ചിട്ടെങ്കിലും അവനിക്ക് ഒന്ന് വരാൻ തോന്നട്ടെ. ഇനിയിപ്പോൾ ഉമ്മാനെ അവനിക്ക് ആവശ്യമില്ലെങ്കിൽ അവൻ്റെ അമ്മായികളുണ്ട്, അവനിക്ക് ഞങ്ങളുണ്ട്. ആരുടെയെങ്കിലും ഒരാളുടെ ഒരു അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മോനെ നീ എവിടെയാണെങ്കിലും തിരിച്ച് വന്നിട്ട് നീ പോയിക്കോ, എന്നാലേ ഞങ്ങൾക്കൊക്കെ സമാധാനമാവുള്ളൂ. എൻ്റെ ആങ്ങളുടെ മോൻ പോയ വിഷമം തന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മോൻ എവിടെ ഉണ്ടെങ്കിലും, മോൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തിരിച്ച് വരണം, പ്ലീസ് തിരിച്ച് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളോ നീ ചെയ്യണം. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക കേട്ടോ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് എത്തിക്കുക പ്ലീസ്. ഞാൻ അത്രയും നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ആ ഒരു ഉമ്മാൻ്റെയും പെങ്ങളുടെയും വാപ്പല്ലാത്ത മോനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഈ ഒരു ഫോട്ടോയേ ഉള്ളൂ, വേറെ ഫോട്ടോ ഒന്നും ഇല്ല. അല്ലെങ്കിൽ ഇത്തിരി നല്ല അന്നത്തെ ഒരു സമയത്ത് ഫോട്ടോ ഉണ്ടോ ഇല്ലയോ ആ ഒരു വിഷമത്തിലായിരുന്നു എല്ലാവരും. കുറേ അന്വേഷിച്ച് പിടിക്കുകയൊക്കെ ചെയ്തിട്ടോ. പക്ഷെ ഈ 5 കൊല്ലം എന്താ പറയുക, ഇപ്പോഴായിരിക്കും ഈ ഒരു മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അവൻ തിരിച്ചു വരണം. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ചിന്ത, എനിക്ക് ഇപ്പോൾ വീഡിയോ ഇടാൻ ഇതൊക്കെ അപ്പോൾ അള്ളാൻ്റെ ഒരു നിയോഗമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ആ ഒരു ഫോട്ടോ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അവനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ ഒരു വലിയൊരു കൂലി പങ്കാളുക നിങ്ങൾക്കും തരുന്നതായിരിക്കും. അപ്പം വേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ നിർത്തുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പേര് പറയാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ആ മോൻ്റെ പേര് റഹീം എന്നാണ്. വാപ്പാൻ്റെ പേര് വന്നിട്ട് അബ്ദുൾ റസാഖ് എന്നാണ് കേട്ടോ. അബ്ദുൾ റസാഖിൻ്റെ മോനാണ് റഹീം. അപ്പോൾ ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയാം കേട്ടോ. റഹീം എന്നാണ് അവൻ്റെ പേര്. ഞാനത് വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്.